أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإذا استويت أنت ومن معك على الفلك فقل الحمد لله الذي نجانا من القوم الظالمين وقل رب أنزلني منزلا مباركا وأنت خير المنزلين. الله العظيم. സൂറത്തുൽ മുഅ്മിനൂൻ 28:9. ഫഇദസ്തവൈത, അങ്ങനെ നീ ഉറച്ച് ഇരുന്നാൽ, അല്ലെങ്കിൽ ഇസ്തവ എന്നുള്ള വാക്കിനർത്ഥം ഉപവിഷ്ടനായി അഥവാ ഇരുന്നു എന്നാണ്. കപ്പലിൽ ഇരുന്നാൽ എന്നാണ് ഇവിടെ പറയുന്നതിന്റെ ഉദ്ദേശം. ഇസ്തവൈത്ത, നീ ഉറച്ചിരുന്നാൽ അഥവാ കപ്പൽ കയറിയാൽ എന്നർത്ഥം. അന്ത, നീയും, ഒമൻ മഅക്ക, നിന്റെ കൂടെയുള്ളവരും അഥവാ നൂഹ് അലൈഹിസ്സലാമും കൂടെയുള്ളവരും, അലൽ ഫുൽക്കി, ആ കപ്പലിന്മേൽ അഥവാ കപ്പലിൽ. ഫഖുൽ, താങ്കൾ പറയുക, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സ്തുതി, അല്ലദീ നജ്ജാന, ഞങ്ങളെ രക്ഷപ്പെടുത്തിയ, മിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ ജനതയിൽ നിന്ന്. വഖുൽ, പറയുകയും ചെയ്യുക, റബ്ബി, എൻ്റെ നാഥ, അൻസിൽനി, നീ എന്നെ ഇറക്കണമേ, മുൻസലൻ മുബാറക്ക, അനുഗ്രഹീതമായ ഒരു ഇറക്കൽ സ്ഥാനത്ത് അഥവാ ഒരു താവളത്തിൽ. വഅന്ത, നീ ഖൈറുൽ മുൻസിലീൻ, ഇറക്കുന്നവരിൽ ഉത്തമനല്ലോ. നൂഹ് അലൈഹിസ്സലാമിനോട് അള്ളാഹു വഹയിലൂടെ ആവശ്യപ്പെടുകയാണ്. 28-ാമത്തെ ആയത്തിലും അത് തന്നെയാണ്. ഫൗഹൈന ഇലൈഹി, അദ്ദേഹത്തിന് നാം വഹി നൽകി, അഥവാ അദ്ദേഹം സഹായം തേടിയപ്പോൾ വഹി നൽകിയ കൂട്ടത്തിൽ അതിന്റെ ബാക്കിയാണ്. അതിൽ കയറ്റേണ്ടത് ആരൊക്കെയാണ്, കയറ്റാൻ പാടില്ലാത്തത് ആരൊക്കെയാണ്, അക്രമികളുടെ കാര്യത്തിലുള്ള നിലപാട് എന്താണ് എന്നൊക്കെ പറഞ്ഞു. ഇനി അങ്ങനെ കയറേണ്ടവരൊക്കെ കയറി ഇരിപ്പുറപ്പിച്ചാൽ ഇതാണ് ഇദസ്തവൈത അൻത വമൻ മഅക അലൽ ഫുൽക്കി, നീയും നിന്റെ കൂടെയുള്ളവരും കപ്പലിൽ ഇരുന്നാൽ, അല്ലെങ്കിൽ കപ്പലിൽ കയറിയാൽ എന്നർത്ഥം. ഫഖുലിൽ ഹംദുലില്ലാഹില്ലദീ നജ്ജാനാ മിനൽ ഖൗമിൽ ളാലിമീൻ, അപ്പൊ പറയേണ്ടത് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. വാഹനം കയറുമ്പോഴുള്ള പ്രാർത്ഥന പോലെ തന്നെ. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന സ്ഥാനത്ത് പറയേണ്ടത് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. എന്താണ് കാരണം? ഒരു ജനത നശിച്ചുകൊണ്ടിരിക്കുകയാണ്, മുങ്ങി മരിക്കുകയാണ്. കപ്പല് ഓടാൻ മാത്രം വെള്ളമാകുമ്പോ ഒരുപാട് ആളുകൾ മരിക്കൽ അന്നേരം കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോ പ്രാർത്ഥിക്കുന്നത് അവര് മരിച്ചുപോയതിലുള്ള സങ്കടമല്ല, പകരം സന്തോഷമാണ്. ഈ കപ്പലിലൂടെ അള്ളാഹു പ്രത്യേകമായ സംവിധാനത്തിലൂടെ ഞങ്ങളെ രക്ഷിച്ചു, അൽഹംദുലില്ലാഹ്. അങ്ങനെ പറയുന്നത് എന്തിനാണ്? ഇങ്ങനെ ഒരു മാർഗദർശനവും അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് കയറാൻ ഒരു ഹിദായത്ത് ഉൾക്കൊള്ളാനുള്ള തൗഫീക്കും ഇല്ലായിരുന്നെങ്കിൽ ആ മുഹറഖൂൻ, മുങ്ങി മരിക്കപ്പെടുന്ന അക്രമികളുടെ കൂട്ടത്തിൽ ഞങ്ങളും ഉണ്ടാകുമല്ലോ. അതാണ് ഇവിടെ അള്ളാഹുവിനെ സ്തുതിക്കുവാനുള്ള കാരണം. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ നിഅമത്ത് ആണ്. അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സ്തുതിക്കേണ്ട, അവന് ശുക്ർ ചെയ്യേണ്ട നിഅമത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹിദായത്ത് എന്ന് പറയുന്നത്. അതിന്റെ പേരിലാണ് ഈ സ്തുതി. അല്ലെങ്കിൽ അവരോടൊപ്പം മുങ്ങി മരിക്കുമായിരുന്നു എന്നർത്ഥം.
ഇനി എന്താണ് വേണ്ടത്? അതാണ് പിന്നെ പ്രാർത്ഥിക്കാൻ പറയുന്നത്. വഖുൽ റബ്ബി അൻസിൽനി മുൻസലൻ മുബാറക്കൻ, അനുഗ്രഹീതമായ ഒരു ഇറക്കൽ സ്ഥലത്ത്, അഥവാ ഒരു താവളത്തിൽ ഞങ്ങളെ ഇറക്കിയിടമേ. ചില പണ്ഡിതന്മാർ അതിനെ അനുഗ്രഹീതമായ ഒരു ആതിഥ്യം, കാരണം നുസിൽ എന്ന് പറഞ്ഞാൽ വിരുന്ന്, സൽക്കാരം എന്നൊക്കെ അർത്ഥമുള്ള വാക്കാണ്. അപ്പൊ മുൻസിൽ എന്ന് പറഞ്ഞതും ഇറങ്ങി താമസിക്കുന്ന സ്ഥലം, അവിടെ സൽക്കാരം ഉണ്ടാവും, ഭക്ഷണമൊക്കെ ഒരുക്കും എന്നതുപോലെ ആതിഥ്യം നൽകണമേ എന്നുമാകാം അർത്ഥം എന്നാണ്. ലക്ഷ്യത്തില് മനസ്സിലാക്കുക, കപ്പല് ഓടുകയാണ്, ഇനി അതിൽ നിന്ന് ഇറങ്ങണം. അത് ഇറങ്ങുന്നത് എവിടെയോ ഈ വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോകുന്ന സാധനങ്ങൾ പൊങ്ങിക്കിടക്കുന്നത് എവിടെ ചെന്ന് നിൽക്കും എന്നൊന്നും ഒരു ലക്കും ലഗാനൊന്നും ഇല്ലല്ലോ. അങ്ങനെ ആവരുത്. ഇതിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുന്നത് വളരെ അനുഗ്രഹീതമായ സ്ഥലത്താകണം. വാന്ത ഹൈറുൽ മുൻസിലീൻ, അങ്ങനെ ഇറക്കുന്നവരിൽ ഉത്തമനാണല്ലോ നീ, അഥവാ രക്ഷപ്പെടുത്തി കൂടുതൽ നല്ല സ്ഥലത്ത് എത്തിച്ചു തരാൻ നിന്നെപ്പോലെ കഴിയുന്നവൻ വേറെ ആരുമില്ല. ഇത് പറയാനാണ് ആ പ്രാർത്ഥന പഠിപ്പിക്കുന്നത്. അഥവാ പ്രതീക്ഷ അർപ്പിക്കുകയാണ്, അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. അള്ളാഹു കയറാൻ പറഞ്ഞിട്ട് കയറി, ഇനി അള്ളാഹു ഇറങ്ങാൻ പറയുന്നിടത്ത് ഇറങ്ങും. അതെന്തായാലും ഖൈറായിരിക്കും. ഈ ആയത്ത് പറഞ്ഞു വരുന്ന വിഷയവുമായി ബന്ധപ്പെടുത്തി പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. അഥവാ സത്യവിശ്വാസികൾ വിജയിക്കും, അതിന്റെ കാരണങ്ങൾ പറഞ്ഞു. പിന്നെ ഇപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ അവരെ പീഡിപ്പിക്കുന്ന ആളുകൾക്കുള്ള താക്കീതായിട്ടാണ് നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കഥ ഇവിടെ പരാമർശിക്കുന്നത്. അവരില് വല്ലാത്തൊരവസ്ഥയാണല്ലോ, ഒരു ജനതയിൽ നിന്ന് രക്ഷപ്പെട്ടത്. അവര് മുങ്ങി മരിക്കുമ്പോൾ അതിൽ സങ്കടപ്പെടാൻ നിൽക്കാതെ ഞങ്ങൾ രക്ഷപ്പെട്ടല്ലോ എന്ന് സമാധാനിക്കേണ്ടി വരിക മറ്റവരുടെ ദുഷ്ടത കൊണ്ടാണ്. അതാണ് ഒരു സംഗതി. രക്ഷപ്പെട്ടു എന്നാണ് തോന്നുന്നത്. അത് മക്കാ മുശ്രിക്കുകൾക്കും കൊള്ളുന്നതാണ്. കാരണം അവരുടെ ദുൽമ് അവർക്ക് അറിയാവുന്നതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, അഥവാ മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും പോകേണ്ടി വന്നാൽ അത് ഒരു വലിയ ആപത്തൊന്നുമല്ല. പകരം അള്ളാഹുവിനെ സ്തുതിക്കേണ്ട ഒരു നിഅമത്താണ്. അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയാൽ ആ ശിക്ഷയിൽപ്പെടാതെ രക്ഷപ്പെട്ടു എന്നതും ഒരു നിഅമത്താണ്. അതാണ് പ്രത്യേകമായി സൂചിപ്പിക്കുന്നത്. ഇതേ പ്രാർത്ഥനയാണ് ഹിജ്റയുടെ തലേന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത്. ഫഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജഅൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ. എന്റെ നാഥ, താങ്കൾ പറയുക, എന്റെ നാഥ, എന്നെ നീ മാന്യമായി പ്രവേശിപ്പിക്കണമേ, അതുപോലെ മാന്യമായി പുറപ്പെടുവിക്കുകയും ചെയ്യണമേ. എനിക്ക് സഹായകമാകുന്ന ഒരു അധികാര ശക്തി നൽകണമേ. ഇതാണ് ഹിജ്റയുടെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നത്. അഥവാ ഇനി എന്ത് രക്ഷ? ഒരു വഴിയില്ല, തോറ്റ് പരാജയപ്പെട്ട് ഗതിയില്ലാതെ പോകുകയല്ല, പകരം കൂടുതൽ മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് ആണ് പോകേണ്ടത് എന്ന് ആഗ്രഹിക്കുകയും ആ ആഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ഇത് പഠിപ്പിക്കാനാണ്. സത്യവിശ്വാസികൾക്ക് ഇത് മൗഇലത്താണ്. അഥവാ നിങ്ങൾക്ക് മുമ്പ് സത്യത്തിൽ ഉറച്ചു നിന്ന ആളുകൾ എതിർപ്പുകൾ നേരിട്ടിട്ട് അവരുടെ എതിരാളികൾ നശിപ്പിക്കപ്പെടുകയും അവർ നാടും വീടും വിട്ട് വേറെ എങ്ങോട്ടോ പോകുകയും ചെയ്യേണ്ടി വന്നപ്പോൾ അവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് അള്ളാഹുവിനെ സ്തുതിക്കാനും കൂടുതൽ നല്ല സൗകര്യം ചോദിക്കാനുമൊക്കെയായിരുന്നു. അതുപോലെ വേണ്ടി വന്നാൽ നിങ്ങളും അത് തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് സൂചിപ്പിച്ച് പഠിപ്പിക്കുകയാണ് ഇവിടെ ഇത് പരാമർശിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് പറയുന്നതിന് പ്രത്യേകം പ്രസക്തിയുണ്ട്. ഈ വിജയിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ ഒരു വേള മക്കയിൽ നിന്ന് പോകാൻ ഇടവന്നേക്കാം. അങ്ങനെ ഒരു സാധ്യത അള്ളാഹ്ക്ക് അറിയാലോ, ഉണ്ടെന്ന് ഉറപ്പാണല്ലോ. ബാക്കിയുള്ളവർക്ക് അങ്ങനെ ഒരു സാധ്യത, അങ്ങനെ പോകുകയാണെങ്കിൽ പോലും അത് ഒരു മുൻസലുൽ മുബാറക്,
അതിലേക്കുള്ള പോക്കായിരിക്കും. അല്ലാതെ അത് അവരുടെ പരാജയമായിരിക്കില്ല. അപ്പോഴും അത് അഫ്ലഹൽ മുഅ്മിനൂൻ, അവർ തന്നെയാണ് വിജയികൾ എന്ന് ചേർത്ത് പറയാനാണ് ഇത് ഇവിടെ പരാമർശിക്കുന്നത്. വേറെയും സ്ഥലത്ത് ഇത് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ അതിന്റെ ഉദ്ദേശം അതാണ് എന്നാണ്. അള്ളാഹു അവന്റെ കലാം ശരിയായി പഠിക്കാനും മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. صلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.